Good morning to all of you. ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിലുള്ള രണ്ട് സീരീസുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ് തുടർന്ന് വരുന്ന പ്രോബ്ലത്തിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. The scores of two batsmen A and B in 2020 matches during a certain IPL season are given below. A 32, 28, 47, 63, 71, 39, 10, 60, 96 and 14. B 19, 31, 48, 53, 67, 90, 10, 62, 40 and 80. Find out who is better run getter and who is more consistent. രണ്ട് ബാറ്റ്സ്മാൻമാരുടെ റൺ റേറ്റ് ആണ് കൊടുത്തിരിക്കുക. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഒബ്സർവേഷനാണ്, ബി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഒബ്സർവേഷനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കാണ് കൂടുതൽ ബെറ്റർ റൺ ഗെറ്റർ ആരാണ്, അതുപോലെ തന്നെ കൂടുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളത് ആരാണ്, കൂടുതൽ റണ്ണ് കിട്ടിയിരിക്കുന്നത് ആര് എന്നുള്ളത് ആർക്കാണോ കൂടുതൽ ആവറേജ് അഥവാ മീൻ അവരായിരിക്കും കൂടുതൽ റൺ കിട്ടിയിരിക്കുന്ന ബാറ്റ്സ്മാൻ. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ എന്ന് പറയുക വേരിയേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തതിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആർക്കാണോ കുറവ് അവരായിരിക്കാം റണ്ണിൽ കൂടുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ. ഇതിനായി സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എ എന്ന് പറയുന്ന ബാറ്റ്സ്മാൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ബി എന്ന് പറയുന്ന ബാറ്റ്സ്മാൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതോടൊപ്പം അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനും കാൽക്കുലേറ്റ് ചെയ്യണം. അതിനായി ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ ആക്ച്വൽ മെത്തേഡ് അനുസരിച്ചുള്ള ഇക്വേഷൻ ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. ബാറ്റ്സ്മാൻ എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു ബാറ്റ്സ്മാൻ എ എക്സ് ആയിട്ട് പരിഗണിക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ ഹോൾ സ്ക്വയർ. അപ്പോൾ അതനുസരിച്ച് ബാറ്റ്സ്മാൻ എയുടെ ഒബ്സർവേഷൻസ് എക്സ് ആയിട്ട് കാണിക്കുക, അതിൻ്റെ എക്സ് സ്ക്വയർ എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ തുടർന്ന് അതിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. എക്സ് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുക 27,660 ആണ്. സിഗ്മ എക്സ് എന്ന് പറയുക എക്സിൻ്റെ ടോട്ടൽ 460 ഡിവൈഡ് ബൈ 10 ഹോൾ സ്ക്വയർ. അതിനുശേഷം അത് സോൾവ് ചെയ്യുക. അങ്ങനെ അതിൻ്റെ റിസൾട്ട് 25.495 ആണ് ലഭിക്കുക. ഇനി അതിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. ബാറ്റ്സ്മാൻ എയുടെ സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 460 ഡിവൈഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 46. ദെൻ തുടർന്ന് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ബാറ്റ്സ്മാൻ എയുടെ കണ്ടുപിടിക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ ഇൻറ്റു 100. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 25.495 ഡിവൈഡ് ബൈ 46 മീൻ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 55.42% ആണ് ബാറ്റ്സ്മാൻ എയുടെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ബാറ്റ്സ്മാൻ ബിയെ വൈ ആയിട്ട് പരിഗണിക്കുക. ബാറ്റ്സ്മാൻ ബിയുടെയും ബാറ്റ്സ്മാൻ എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനും കണ്ടുപിടിച്ചതുപോലെ വൈയുടെ ഒബ്സർവേഷൻ്റെ അടിസ്ഥാനത്തിൽ അഥവാ ബാറ്റ്സ്മാൻ ബിയുടെ ഒബ്സർവേഷൻ്റെ അടിസ്ഥാനത്തിൽ സിഗ്മ വൈ കാൽക്കുലേറ്റ് ചെയ്യുക, സിഗ്മ വൈ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ വൈ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് സിഗ്മ വൈ ഡിവൈഡ് ബൈ എൻ ഹോൾ സ്ക്വയർ. ടേബിളിൽ നിന്നും അതിൻ്റെ സിഗ്മ വൈ സ്ക്വയർ, സിഗ്മ വൈ മുതലായവയുടെ വാല്യൂ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുക 24.429 ലഭിക്കുന്നു. ദെൻ ബാറ്റ്സ്മാൻ വിയുടെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് വൈ ബാർ
ഈസിക്കൽ ടു സിഗ്മ വൈ ഡിവൈഡ് ബൈ എൻ. അതിൻ്റെ മീൻ എന്ന് പറയുക, ബാറ്റ്സ്മാൻ ബിയുടെ മീൻ എന്ന് പറയുക 50 ആണ് ലഭിക്കുക. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ ഇൻറ്റു 100, ദാറ്റ് ഈസ് 24.429 ഡിവൈഡ് ബൈ 50 ഇൻറ്റു 100, 48.858 ആണ് കിട്ടുക. നമ്മളോട് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുക ആർക്കാണ് ബെറ്റർ റൺ ലഭിക്കുക. അപ്പം അത് ബാറ്റ്സ്മാൻ എയും ബിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ് കൂടുതൽ ആവറേജ് മീൻ ലഭിച്ചിരിക്കുക അവരായിരിക്കും ബെറ്റർ റൺ ഗെറ്റർ എന്ന് പറയുക. സിൻസ് അരിത്തമെറ്റിക് മീൻ ഈസ് ഹയർ ഇൻ കേസ് ഓഫ് ബാറ്റ്സ്മാൻ ബി, ഹെൻസ് ബാറ്റ്സ്മാൻ ബി ഈസ് ബെറ്റർ റൺ ഗെറ്റർ. ഇനി ഏത് ബാറ്റ്സ്മാനാണ് കൂടുതൽ കൺസിസ്റ്റൻ്റ്? അപ്പോൾ അത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കുറവുള്ള ആളായിരിക്കും കൂടുതൽ സ്ഥിരതയുള്ള ബാറ്റ്സ്മാൻ. വേരിയേഷൻ കുറവുള്ള ബാറ്റ്സ്മാൻ ആണ് കൂടുതൽ സ്ഥിരതയുള്ളത്. ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ബാറ്റ്സ്മാൻ എയെ സംബന്ധിച്ച് 55.42%, ബാറ്റ്സ്മാൻ ബിയെ സംബന്ധിച്ച് 48.8582 ആണ്. അപ്പോൾ വേരിയേഷൻ കുറവുള്ളത് ബാറ്റ്സ്മാൻ ബിക്കാണ്. അതുകൊണ്ട് ബാറ്റ്സ്മാൻ ബി ആണ് കൂടുതൽ കൺസിസ്റ്റൻറ്റ്. സിൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് ലെസ് ഫോർ ബാറ്റ്സ്മാൻ ബി, ഹെൻസ് ബാറ്റ്സ്മാൻ ബി ഈസ് മോർ കൺസിസ്റ്റൻറ്റ്. ഈ പ്രോബ്ലം അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ടീം എയുടെയും ടീം ബിയുടെയും പെർഫോമൻസ് ആണ്. ഇത് ഡിസ്ക്രീറ്റ് സീരീസ് ആണ്, കാരണം നമ്പർ ഓഫ് ഗോൾസ് സ്കോർഡ് അത് ഫ്രീക്വൻസി ആണ്. പിന്നെ ടീം എയുടെയും ടീം ബിയുടെയും പെർഫോമൻസ് നൽകിയിട്ടുണ്ട്. ഇതിലേത് ടീമാണ് കൂടുതൽ കൺസിസ്റ്റൻ്റ് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അതിന് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കുറവ് വന്നിരിക്കുന്ന ടീമിന് കൺസിസ്റ്റൻസി കൂടുതലായിരിക്കും. ആയതിനാൽ ഡിസ്ക്രീറ്റ് സീരീസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. അത് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ ഹോൾ സ്ക്വയർ എന്നാണ്. ടീം എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വേഷൻ ഉപയോഗിച്ച് കാണുക. അതുപോലെ അതിൻ്റെ മീന്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ മുതലായവ കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടീം ബിയുടെയും ഈക്വേഷൻ ഉപയോഗിച്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യുക. മീൻ കാൽക്കുലേറ്റ് ചെയ്യുക, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ ടീം എയുടെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ 124.05 ടീം ബിയുടേത് 109% അപ്പോൾ ഇവിടെ ടീം എയുടെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കൂടുതലാണ്, ടീം ബിയുടെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ടീം ബി ആണ് ഇവിടെ കൂടുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടീം എന്ന് പറയുക. ഈ പ്രോബ്ലവും അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക.